പ്രിയ കൂട്ടുകാരെ, ജന്മം ഒരനുഗ്രഹമാണ്. തീഷ്ണമായ അതിജീവനങ്ങളിലൂടെയുള്ള യാത്ര, അമ്മയെയും നന്മയെയും തിരിച്ചറിഞ്ഞുള്ള യാത്ര. ലോകം ചെറുതാകുകയാണ്, നമുക്കെങ്കിലും സ്വയം ചുരുങ്ങാതിരിക്കാം. ഇത് കേവലമൊരു കഥ മാത്രമല്ല. നെഞ്ചിൽ സ്നേഹവും ചുണ്ടിൽ പുഞ്ചിരിയും കൈകളിൽ സേവനവുമായി വന്ന സ്നേഹതീരം വാളണ്ടിയർ വിങ്ങിന് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള തുടക്കം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിക്കുന്നവരോ ഒന്നും അറിയുന്നില്ല. എന്നാൽ മരിച്ചു ജീവിക്കുന്നവർക്ക് കൈകൾ നീട്ടിക്കൊടുത്തുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് ഓരോ പാലിയേറ്റീവ് പ്രവർത്തകരും. ഞങ്ങൾ ഒരുമിക്കുന്നു നന്മയ്ക്ക് വേണ്ടി. സ്നേഹത്താൽ ലോകത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു ജന്മം. സാർ, തുടങ്ങല്ലേ? തുടങ്ങാം. ഡയറക്ടർ എവിടെ? ഡയറക്ടർ ഇതോ അവിടെ പഞ്ചാര അടിച്ചോണ്ടിരിക്കുക. ഈ കഥയിൽ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സാർ, ഷോട്ട് റെഡി. ഓക്കെ. അത് ശരി. അപ്പൊ അസിസ്റ്റന്റ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അല്ലേ? എന്താ രഞ്ജു, പെൺപിള്ളേരൊരു സൊള്ളൽ? സൊള്ളലൊന്നുമല്ല, ഞാൻ ഈ ഷോർട്ട് ഫിലിമിന്റെ കഥയൊന്ന് പറഞ്ഞു കൊടുത്താ. ഓഹോ, സെൻസർ ബോർഡ് ആൾക്കാരാ? സ്റ്റുഡൻസാ. നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഈ കഥയിൽ സ്റ്റണ്ടോ പുകവലിയോ മദ്യപാനമോ ഒന്നുമില്ല എന്ന്. ഈ കഥ തികച്ചും യാഥാർത്ഥ്യമാണ്. ഞാൻ കണ്ട ജീവിതത്തിൽ നിന്ന് ഞാൻ ഒപ്പിയെടുത്ത കഥകൾ. അമ്മ, ഭക്ഷണം എടുത്തു വെക്കി. ഇന്നെന്താ നിനക്ക് ഇത്ര തിരക്ക്? രാഘവൻ സാർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയുമായിട്ട് എങ്ങോട്ടോ പോവാണ്ടെന്ന്. എന്താണ് അമ്മ അത്? വായിൽ വെക്കാൻ കൊള്ളൂലല്ലോ. ഇത് എന്ത് ഭക്ഷണം അത്? ഞാൻ വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി തരാം. എനിക്ക് വേണ്ടത്. മോനെ, ഞാൻ പോവാ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ കോളേജിൽ നടക്കുന്ന പാരൻസ് മീറ്റിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസുമായി വരണം. കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് മാതാപിതാക്കളെ നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് പാരൻസ് മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും ബുധനാഴ്ച പാരൻസുമായി എല്ലാവരും എത്തുക. സാർ, ചൊവ്വാഴ്ച അല്ലേ പറഞ്ഞേ? ഇരിക്കണ അവിടെ. മീറ്റിംഗ് എടാ റാഷി, എന്താ പ്രശ്നം? ഒന്നുമില്ലടാ. അതൊന്നല്ല, എന്തോ പ്രശ്നമുണ്ട്. നിങ്ങളൊക്കെ പേരൻസ് മീറ്റിങ്ങിന് അച്ഛനമ്മമാരായിട്ട് വരുമ്പോൾ ഒരനാഥനായ ഞാൻ ആരെയാടാ കൊണ്ടുവരിക? ഈ കോളേജിലെ മിക്ക വിദ്യാർത്ഥികൾക്കും പേരൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് മാത്രം
മിക്കവരും അവരുടെ മാതാപിതാക്കളെ പറ്റി ഒരു ശല്യം പോലെയാ പറയുന്നത്. റാഷി, അവർക്കൊക്കെ അച്ഛനും അമ്മയും നൽകുന്ന പോക്കറ്റ് മണി മതി, സ്നേഹം വേണ്ട. നമ്മുടെ ജനറേഷന്റെ ഒരു പ്രധാന പ്രശ്നമാണിത് റാഷി. ജീവിതത്തിൽ മാതാപിതാക്കളെ കുറിച്ച് അവർ അന്വേഷിക്കുക പോലുമില്ല. ശരി, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. മക്കള് വലുതായപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മാറി. അവർ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് നട തള്ളി. അവരെന്നും ഞങ്ങൾക്ക് കുട്ടികളാ. ഞാനും ഒരു അനാഥനാ. മാതാപിതാക്കളില്ലാത്ത ദുഃഖം എനിക്കറിയാം. അത് ഞങ്ങളുടെ മക്കൾക്കറിയില്ലല്ലോ. നീ ഭാഗ്യവാനാ. നിനക്കാരുമില്ല, ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. പക്ഷേ ഹലോ, എൻ്റെ പേര് രാഘവൻ. വരൂ, ഇരിക്കൂ. ഒരു ബിസിനസ്മാനാണ് ഞാൻ. നിങ്ങളുടെ ഈ വൃദ്ധസദനത്തെക്കുറിച്ച് കേട്ടു. ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ ഒന്ന് പാർപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഹൂവോ, അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടപ്പെടും. മാസാമാസം കുറച്ചു തുക ഞാനിങ്ങോട്ട് അയക്കുകയും ചെയ്യാം. ഓഹോ, സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ, ഭാര്യ, മക്കൾ. ഭാര്യയ്ക്ക് അമ്മയുടെ കാര്യം നോക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോ അമ്മ ഒരു പഴഞ്ചൻ ശീലക്കാരിയാ. ഓ, അപ്പോ അമ്മ സാറിന്റെ ശല്യമായില്ലേ? സാറും എന്റെ കൂടെ വരൂ. വരൂ. അതാ നോക്കൂ, അവനാണ് റാഷിദ്. അവനെ കുറിച്ച് അറിയൂ. അവനൊരു അനാഥനാ. പക്ഷേ ഇപ്പോഴല്ല, ആരോരുമില്ലാത്ത അവന് ഇവിടെ ഒരുപാട് അച്ഛന്മാരുണ്ട്, അമ്മമാരുണ്ട്, ഞങ്ങളൊക്കെയുണ്ട്. പ്രായമായ അച്ഛനമ്മമാരെ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ആരോരുമില്ലാത്ത മക്കളുമുണ്ട് ഈ നാട്ടിലെന്ന് ഓർക്കണം. മാതാപിതാക്കളുടെ സ്നേഹം നാം എന്താ തിരിച്ചറിയാത്തത്? അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടേത്. ഇനി പറയൂ, സാറിന്റെ അമ്മയെ ഇവിടെ പാർപ്പിക്കണോ? താൻ ഈ നാടൊന്നും നന്നാക്കണ്ട. അതെ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. അതെ, ശരി ശരി ശരി, ഓക്കെ. രാജു, വാ, വണ്ടി എടുക്ക്. നമുക്കിതല്ലെങ്കിൽ വേറെ സ്ഥലം. ഇല്ല സാറേ, ഞാനില്ല. അമ്മമാരെ ഉപേക്ഷിക്കുന്ന ഈ പരിപാടിക്ക് ഞാനില്ല.
എനിക്കും ഒരമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ച നാൾ തൊട്ട് എന്നെ നോക്കുന്ന അമ്മ. ഏറെ കഷ്ടപ്പെട്ട അമ്മ എന്നെ വളർത്തിയത്. ഇവിടുത്തെ ഈ അമ്മമാരെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാ ഓർമ്മ വന്നത്. അമ്മമാര് ദൈവത്തിൻ്റെ പകരക്കാരായി ഭൂമിയിൽ പിറക്കുന്നവരാ സാറേ. അവരെ ഉപേക്ഷിക്കാൻ ഈ രാജു കൂട്ടു നിൽക്കില്ല. ഇതാ സാറിൻ്റെ താക്കോൽ. അമ്മേ, പെണങ്ങല്ലമ്മ, എനിക്ക് വിശക്കണു. നീ അല്ലേ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു പോയത്? ഇനി ഉണ്ടാവൂലമ്മ, പെണങ്ങല്ലേ. വാ അമ്മേ. ഇന്ന് എന്തൊക്കെ ഉണ്ടായേ? രാഘവൻ സാറിന്റെ കൂടെ ഞാൻ പോയി. എന്നിട്ട് അവിടെ എത്തിയപ്പോ ഉണ്ടല്ലോ കൊറേ അമ്മമാര്. എൻ്റെ മോൻ വളരാതിരുന്ന എത്ര നന്നായി. വളർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ. അഗതി മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും കുമിഞ്ഞുകൂടുന്ന നമ്മുടെ നാട്, ജനിച്ച ഭൂവും രക്ഷിതാക്കളും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് നമുക്ക് വിശ്വസിക്കാം. ജന്മം നൽകിയ മാതാവിനും സംരക്ഷണം നൽകിയ പിതാവിനും നന്ദി. ജന്മം ഒരാത്മസമർപ്പണം.